Hi friends, welcome to Edu. എൻ്റെ പേര് ഗോകുൽ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു സെക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സെക്ഷനായിട്ട് വന്നേക്കുന്നത് ക്വാണ്ടിൻ്റെ ഒരു 1000 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട്. ഇവിടെ 1000 സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ തന്നെ 1000 സീരീസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റീസണിങ്ങിൻ്റെ ജിക്കെൻ്റെ ഒക്കെ 1000 സീരീസ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് അതും കാണാം. റീസണിങ്ങും ജിക്കെയും റിവൈസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് ഏറ്റവും കൂടുതൽ. ക്ലാസ് അല്ല, ബേസിക് ക്ലാസ് അല്ല, ബേസ് മുതൽ അഡ്വാൻസ് വരെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് മെയിനായിട്ട് ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന 1000 സീരീസ് എന്നുകൊണ്ട് ഒരിക്കലും 1000 ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്തുന്നില്ല. പല ടോപ്പിക്സിലായിട്ട് നമുക്കിപ്പോൾ മാത്സിനകത്തുള്ള എല്ലാ ടോപ്പിക്സിൽ നിന്നും ഒരു ടോപ്പിക്കിൽ നിന്ന് കുറഞ്ഞതൊരു 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും 1000-നകത്ത് നിൽക്കാനായിട്ട് പോകുന്നില്ല, 1000-ന്റെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇന്നെന്തായാലും ക്വാണ്ടിന്റെ കാര്യം ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ക്ലാസ്സിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ബേസിക് ആയിട്ട് തുടക്കക്കാർക്ക് തന്നെ ആദ്യമേ ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാന്നുള്ള രീതിയിലാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഏറ്റവും ബേസിക് നമ്മുടെ SSC എടുത്തു കഴിഞ്ഞാലും റെയിൽവേ എടുത്തു കഴിഞ്ഞാലും റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ SSCയുടെ MTS ഇത് രണ്ടുമാണ് ഏറ്റവും താഴത്തെ ഏറ്റവും കുറവുള്ള എക്സാം എന്ന് പറയുന്നത്. ആ എക്സാമിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് മുതൽ ഇനി അങ്ങേറ്റം NTPC CGL വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 60% ഓഫ് 40% ഓഫ് 32% ഓഫ് an amount is ₹432. വാട്ട് ഈസ് ദ എമൗണ്ട്? ഒരു എമൗണ്ട്, ഏതോ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിന്റെ 60%, 40%, 32% എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 432 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ എമൗണ്ട് എത്രയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം, അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാം. നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ്സിലെ പെർസെൻറ്റേജിന്റെ ക്ലാസ്സിനകത്ത് എന്തായാലും ആദ്യം നിങ്ങൾ കുറെ പെർസെൻറ്റേജ് ഫ്രാക്ഷനും കാണാതെ എന്തെങ്കിലും ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എന്തായാലും നമുക്ക് പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് കാര്യങ്ങൾ എന്തായാലും ആദ്യമേ ബേസിക് മുതൽ പറഞ്ഞു പോവാം. നമ്മുടെ കിടക്കുന്നത് 60%. അപ്പോൾ ആദ്യം തന്നെ പറയുന്ന ഒരു പെർസെൻറ്റേജ്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് ആണ്. ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റണമെന്ന് വെക്കുക. X% ഫ്രാക്ഷൻ ആക്കി മാറ്റണമെന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സിനെ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഫ്രാക്ഷൻ ആയിട്ട് മാറി. അതേസമയം ഒരു ഫ്രാക്ഷൻ ഇരിക്കുകയാണ്, A/B എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഇരിക്കുന്നു. ആ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഫ്രാക്ഷനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് എന്തായിട്ട് മാറും? പെർസെൻറ്റേജ് ആയിട്ട് മാറും. ഓക്കെ, പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ആക്കാൻ ഡിവൈഡ് ബൈ 100, ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ മൾട്ടിപ്ലൈ 100. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ് കാണുന്നവര് ആദ്യം തന്നെ കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 60% എന്ന് പറയുമ്പോൾ 60%ന്റെ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. 60% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 3/5 ആണ്. നമ്മൾ ബേസിക് പഠിക്കുന്ന 20% ആണ്. 20%ന്റെ ഫ്രാക്ഷൻ 1/5 ആണ്. 1/5 20% 1/5 ആണെങ്കിൽ അടുത്ത 40% വരുമ്പോൾ 1/5 into 2 2/5 ആവും 40%. അടുത്ത 60%ലേക്ക് എന്താവും? 3/5 ആയിട്ട് മാറും. അടുത്തത് ഏതാ? 40% എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. 40%ന്റെ ഫ്രാക്ഷൻ 2/5 ആണ്. ഇനി 32% എന്തായാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിനകത്തില്ല. 32%നെ ബൈഹാർട്ട് ചെയ്യുന്നതിനകത്ത് എന്തായാലും വരത്തില്ല. പക്ഷെ നമുക്ക് എല്ലാ പെർസെൻറ്റേജിനെയും ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 32%നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 32/100. 32/100 എടുത്തു കഴിഞ്ഞാൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? 8/25 എന്നായിട്ട് മാറും. ഓക്കെ അല്ലേ? 8/25 എന്നായിട്ട് മാറും. അപ്പോൾ 3 ഫ്രാക്ഷൻസ് ആണ് എഴുതിയിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഫ്രാക്ഷൻ വച്ചും ചെയ്യാം, ഫ്രാക്ഷൻ അല്ലാതെയും ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഫ്രാക്ഷൻ വെച്ച് ചെയ്യുന്നത് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ ബേസിസിൽ ഫ്രാക്ഷൻ ആണോ ഫ്രാക്ഷൻ അല്ലാതെയാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മാറും. അത് കുറെ ക്വസ്റ്റ്യൻസ് കണ്ട് എക്സ്പീരിയൻസ് ആകുമ്പോഴേ ആ ഒരു കാര്യം എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഏതോ ഒരു എമൗണ്ട് അറിയത്തില്ല, എന്താണ് എമൗണ്ട് എന്ന് അറിയത്തില്ല, അതിനെ എക്സ് എന്ന് എടുക്കുന്നു. ആ എമൗണ്ടിന്റെ ആദ്യം എന്താ പറഞ്ഞ 60%. ആ 60% വരെ നമ്മൾ അവിടെ എഴുതിയ ഫ്രാക്ഷൻ കൊടുക്കുന്നു. എന്ത് കൊടുത്തു? 3/5. അടുത്തതാണെങ്കിൽ 40%.
ആ 40% പകരം ഏതാ കൊടുക്കുന്നത് 2/5 ആണ്, ഫ്രാക്ഷൻ 2/5 കൊടുക്കുന്നു. അടുത്ത 32% വരെ നമുക്ക് ഏത് ഫ്രാക്ഷൻ കൊടുക്കാം, 8/25 കൊടുക്കും. ഓക്കെ അല്ലെ, 8/25. അപ്പോ ഏതോ ഒരു എമൗണ്ട്, ആ എമൗണ്ടിന്റെ 60%, 40%, 32% എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്, 432 ആണ്. എങ്കിൽ എമൗണ്ട് എത്രയെന്നാണ് ചോദിക്കുന്നത്. ഈ എക്സിന്റെ വാല്യൂ ആണ് അവർ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷനിൽ പോകുന്ന സമയത്ത് 3 2 8 3 × 2 6 × 8 എത്രയെന്ന് വരും, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 48 എന്ന് കിട്ടും. ഓക്കെ അല്ലെ, 48. എന്തായാലും ഈ സാധനം ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് പോവാം. 48 × എത്രയാണ്, 432. 48 എത്ര ടൈംസ് ആണ് 432 എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യം നിങ്ങൾ ഇതൊക്കെ ബേസിക് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ 48ന്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, 8 ആണ്. അതുപോലെ തന്നെ 432 വരുമ്പോൾ 2 ആണ്. 48ന്റെ കൂടെ നമ്മൾ എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, 2 കിട്ടി. 48ന്റെ കൂടെ 8 × എന്ത് 4 വരുമ്പോൾ 32 ആണ്, 2 വരുന്നുണ്ട്. പക്ഷെ നോക്കിയേ, 48 × 4 എങ്ങനെ, 40 × 4 160, 8 × 4 32, 192 ആണ് വരുന്നത്. അപ്പൊ അത് വരത്തില്ല. പിന്നെ അടുത്ത വരാൻ ചാൻസ് ഉള്ളത് എന്താ, 8 × 9 72 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എന്താ വരുന്നത്, 2 ആണ് വരുന്നത്. ഇപ്പോ 48 × 9 നോക്കിയേ, 48 9 നോക്കിയാൽ 9 × 40 വരുമ്പോൾ എന്താ 360, 8 × 9 എന്ത് വരും 72, 360 72 എടുക്കുമ്പോൾ എത്ര വരും, 432 വരും. അപ്പൊ ഈ 49 430 കൂടെ എത്ര ടൈംസ് ആണ്, 9 ടൈംസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ് ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ആൾക്കാരും കൂടെ എന്ത് ചെയ്താൽ മതി, അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി, ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഡിനോമിനേറ്റർ കിടക്കുന്ന ആൾ ആരാ, 5 × 5 25 × 25 25ന്റെ സ്ക്വയർ എത്രയാണ്, 625. അപ്പോ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 625 625 × 9 625 × 9 എത്രയായിരിക്കും, 95 45 4 റിമൈനിങ്. അടുത്ത എന്താ വരിക, 18 4 22 2 റിമൈനിങ് 54 2 56 എത്ര വരും, 5625 5625. ഏതാണ് വരിക, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഈ ക്ലാസ്സിൽ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടുത്ത സെക്ഷൻ വരുന്ന സമയത്ത് ഇത്രയും ബേസ് പറയണമെന്നില്ല. ഓക്കെ അല്ലേ. ഇത് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ബേസ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. 432ന്റെ ഏതോ ഒരു എമൗണ്ടിന്റെ 60%, 40%, 32% എന്ന് പറയുന്നത് 432 ആണ്. എങ്കിൽ ആ എമൗണ്ട് ഏതെന്ന് കിട്ടി 5625 ആണ് എന്തെന്ന് പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോ 0.02 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 0.12. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി, എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി എന്ന് പറഞ്ഞു കാണാറുണ്ട്. അല്ലെങ്കിൽ പി ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ക്യൂ, എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഇക്വേഷൻ ഒക്കെ ആയിട്ടായിരിക്കും എഴുതി പഠിക്കുന്നത്. ഇക്വേഷന്റെ ഒന്നും ആവശ്യമില്ല, ബേസിക് ലോജിക്കാണ്. എന്താണ് 0.12 എന്ന് പറയുന്ന സംഖ്യയുടെ എത്ര ശതമാനമാണ് 0.02 എന്ന് പറയുന്നത്, എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ നമുക്ക് എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ. ഇപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്, എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി. ഇതിന്റെ അർത്ഥം എന്താ, എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി. എ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, ആരുടെ, ബിയുടെ, ഓഫ് ബി. അപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ എത്ര ശതമാനമാണ്. അതുപോലെ തന്നെ 0.02 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, ആരുടെ എത്ര ശതമാനമാണ്, 0.12ന്റെ എത്ര ശതമാനമാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോ നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, എത്ര ശതമാനം കണ്ടുപിടിക്കാൻ ആരാണ് ബേസ് ആയിട്ട് വരിക, ആരുടെ ആണോ, ആരെ റിലേറ്റ് ചെയ്താണോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അയാളായിരിക്കും ബേസ് ആയിട്ട് വരുന്നത്. ഇവിടെ ആരെ റിലേറ്റ് ചെയ്ത് പറയുന്നു, ബി എ റിലേറ്റ് ചെയ്ത് എ പറ്റി പറയുന്നു. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. ബിയുടെ എത്ര ശതമാനമാണ് ആര്, എ എന്ന് പറയുന്നത്. ബി എ റിലേറ്റ് ചെയ്ത് എ പറ്റി പറയും. അപ്പൊ ബി എ റിലേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് തന്നെ ബി ഡിനോമിനേറ്ററും എ എന്ത് ചെയ്യും, ന്യൂമറേറ്ററും വരും, ഇൻറ്റു
100. അപ്പോൾ എന്താ എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി? എന്ന് പറയുന്നത് ബിയുടെ എത്ര ശതമാനമാണ്? എങ്ങനെ കണ്ടുപിടിക്കും? എ ബൈ ബി ഇൻറ്റു 100. അല്ലെങ്കിൽ എപ്പോഴും ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഈ ഓഫ് ശ്രദ്ധിച്ചാൽ മതി. ഓഫ് കഴിഞ്ഞ് ആരാണോ വരുന്നത് അയാൾ എപ്പോഴും എന്തിലേ വരത്തുള്ളൂ? ഡിനോമിനേറ്ററിലെ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 0.02 എന്ന് പറയുന്നത് 0.12ന്റെ എത്ര പെർസെന്റേജ് ആണ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ആരുടെ എന്ന് ചോദിക്കുന്നു? 0.12ന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതെന്തായിട്ട് വരിക? ബേസ് ആയിട്ട് വരിക 0.12. ന്യൂമറേറ്റർ ആയിട്ട് ആര് വരും? 0.002 ഇൻറ്റു എന്ത് വരും? 100 അല്ലേ വരുന്നത്? ഇൻറ്റു 100. ഇവിടെ ഇൻറ്റു 100 വരുമ്പോ ഡെസിമൽ മാറും. ഡെസിമൽ മാറ്റിട്ട് ന്യൂമറേറ്റർ എന്തായിട്ട് മാറി? 0.2/0.12 എന്നായിട്ട് മാറി. ഓക്കെ അല്ലെ? 0.2/0.12 എന്നായിട്ട് മാറി. അപ്പോ എത്ര പെർസെന്റേജ് എന്നായിരിക്കും കിട്ടുക? 0.2/0.12 എന്ന് പറയുമ്പോ എന്താ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.2 ഇൻറ്റു എന്തായിരിക്കും 0.12 എന്ന് പറയുന്നത്? ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാൻ? 0.2 ഇൻറ്റു 0.6 ആണ് എന്തെന്ന് പറയാ? 0.12 എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഓപ്ഷനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഓപ്ഷനകത്ത്? 6%, 3/5%, 5/3%, അതുപോലെ തന്നെ 5%. ഇത്രയും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുക. ഞാൻ പറഞ്ഞത് 0.2 ഇൻറ്റു 0.6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ എന്തൊരു താഴെ എന്തായിരിക്കും വരാൻ പോകുന്നത്? 1/0.6 എന്നായിരിക്കും വരാൻ പോകുന്നത്. 1/0.6. 0.6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/10 അല്ലേ? 0.6നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 6/10 എന്ന് എഴുതാം. 6/10. ഈ 10 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? 10/6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 5/3 എന്ന് കിട്ടും. 5/3% എന്ന് കിട്ടും. ഓക്കെ, അപ്പോ 0.02 എന്ന് പറയുന്നത് 0.12ന്റെ എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ ഡിനോമിനേറ്റർ ആയിട്ട് ആര് വന്നു? 0.02 വന്നു. ഡിവൈഡഡ് ബൈ 0.12 ഇൻറ്റു 100. 100 വരുമ്പോ ഡെസിമൽ 2 മാറി 0.2 ആയിട്ട് മാറി ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ 0.16 എന്നായിട്ട് മാറി. അപ്പോൾ 0.2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 0.12 വരുന്നത്? അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയം നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ 0.2 ഇൻറ്റു 0.6 അല്ലേ? 0.2 ഇൻറ്റു 0.6 ആണ് എന്തെന്ന് പറയുന്നത്? 0.12 എന്ന് പറയുന്നത്. 2 ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസറിനകത്ത് എന്ത് വരുന്നു? 2 ഡെസിമൽ കഴിഞ്ഞ് 2 വാല്യൂ വരും. അപ്പോൾ 1/0.6 എന്ന് വരും. 0.6നെ എങ്ങനെ മാറ്റി എഴുതാം? 6/10 എന്ന് എഴുതാം. 10 മുകളിലേക്ക് പോകുന്നു. അപ്പൊ എന്ത്? 10/6 എത്രയെന്ന് കിട്ടും? 5/3% എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമോ? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് പെർസെന്റേജ് ഓഫ് 7.2 kg ഈസ് 80 gram? നേരത്തെ ചെയ്ത അതേ മോഡലാണ്. വാട്ട് പെർസെന്റേജ് 7.2 kg? 7.2 കിലോയുടെ എത്ര ശതമാനമാണ് 18 ഗ്രാം എന്ന് പറയുന്നത്? ഒന്നിരിക്കുന്നത് കിലോഗ്രാമിലും മറ്റൊന്നിരിക്കുന്നത് എന്തിലുമാണ്? ഗ്രാമിലുമാണ്. അപ്പോ ക്വസ്റ്റ്യനകത്ത് ഒന്നിരിക്കുന്ന കിലോഗ്രാമിലും മറ്റൊന്നിരിക്കുന്നത് ഗ്രാമിലുമാണ്. പറഞ്ഞിരിക്കുന്നത് 7.2 കിലോഗ്രാം. 7.2 കിലോഗ്രാം എന്ന് പറയുന്നത് 7.2 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 18 ഗ്രാം? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ആൾ ആരാണോ അയാളെ റിലേറ്റ് ചെയ്തായിരിക്കും കാര്യം പറയുന്നത്. അപ്പൊ അയാൾ എന്താക്കി എടുത്താൽ മതി? ഡിനോമിനേറ്റർ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ എടുക്കുമ്പോ എന്തൊരു 7.2നെ ബേസ് ആക്കി എടുക്കുന്നു. ഈ 7.2 കിലോഗ്രാം എന്ന് പറയുന്നത് 18. ഓക്കെ അല്ലെ? 18 ഗ്രാം എന്ന് പറഞ്ഞാൽ 7.2 കിലോഗ്രാമിന്റെ എത്ര പെർസെന്റേജ് ആണ്? എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു 100 കൊടുക്കുന്നു. അപ്പൊ നോക്കുമ്പോ ഇവിടെ ഗ്രാം കിലോഗ്രാം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഒരു കാൽക്കുലേഷൻ 2 യൂണിറ്റ് വെച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം യൂണിറ്റ് സെയിം ആക്കാം. നമുക്ക് ഈ കിലോഗ്രാമിനെയും കൂടെ ഇതിലോട്ട് മാറ്റാം, ഗ്രാമിലോട്ട് മാറ്റാം. മാറ്റിക്കഴിഞ്ഞാൽ 18 ഗ്രാം ബൈ എത്രയെന്ന് വരും? 7200 ഗ്രാം എന്ന് വരും. 2 ഗ്രാം ആയിട്ട് മാറി ഇൻറ്റു 100. ഓക്കെ അല്ലെ? സീറോസ് ക്യാൻസൽ ആവുന്നു. സീറോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 18ഉം 72 എത്ര ടൈംസാ? 4 ടൈംസ്. 80 ഇൻറ്റു 4 ആണ് എന്തെന്ന് പറയുന്നത്? 72 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടി? 1/4 എന്ന് കിട്ടി. 1/4. 1/4 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനില് 0.30, 0.75, 0.50, 0.25 എന്നാണ് ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ
നമുക്ക് എങ്ങനെ മാറ്റണം? 1/4 അല്ല, അതിനൊന്ന് ഡെസിമലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 0.25% ആണ് എന്തെന്നുള്ളത് കിട്ടും, നമ്മുടെ ആൻസർ എന്നുള്ളത് കിട്ടും. എന്താണ് ഓപ്ഷൻ ഡി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക. അറ്റംപ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം എൻ്റെ സൊല്യൂഷൻ നോക്കുക. നിങ്ങൾ എപ്പോഴും വീഡിയോ കാണുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇവിടെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഫൈൻഡ് 65% ഓഫ് 120. 120ന്റെ 65% കണ്ടുപിടിക്കുക. എങ്ങനെയായിരിക്കും? നമ്മൾ നോർമലി എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന, നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ 120ന്റെ 65% എന്ന് പറഞ്ഞാൽ 65/100, 65%. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ വേണമെങ്കിൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടുപിടിക്കുന്ന രണ്ട് രീതികൾ പറയാം. സീറോസ് ക്യാൻസൽ ആവും, 12 ഉം 10 ഉം കൂടെ ഇതിൽ ക്യാൻസൽ ആവും. 2ല് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5, അതുപോലെ തന്നെ 6. ഇനി 5ഉം 65ഉം കൂടെ എങ്ങനെ വെട്ടാം? 5ൽ എത്ര തവണയാണ് 65 വരിക? 13 തവണയായിരിക്കും എന്ത് വരിക? 65 വരിക. 13 × 6 എത്രയെന്ന് കിട്ടും? 78 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഇത് ഒരു രീതി. ഇനി ചില ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഫ്രാക്ഷനെ തന്നെ, ഈ 65/100 എന്നുള്ളതിന് എന്ത് ചെയ്യും? ആദ്യമേ തന്നെ അങ്ങ് ഫ്രാക്ഷൻ ആക്കുക. 120 ഇൻറ്റു എന്താണ് 65/100. ഒന്ന് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആയിട്ട് മാറി എന്തെന്നായിട്ട് മാറും? 30/20 എന്നായിട്ട് മാറും. ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാലും സീറോസ് ക്യാൻസൽ ആവുന്നു, 2ഉം 12ഉം കൂടെ ക്യാൻസൽ ആയി. 6 × 6 × 13 എന്ത് തന്നെ കിട്ടും? 78 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതിന്റെ കാര്യം ഇങ്ങനെ ഇതല്ല, നമുക്ക് ഏത് രീതിയിലായാലും ആൻസർ കണ്ടുപിടിക്കാൻ. ഞാൻ ഇൻക്ലൂഡ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു കാര്യം കൊണ്ടല്ല ഇൻക്ലൂഡ് ചെയ്തത്. ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഇത് തന്നെ പെൻ പേപ്പർ ഒന്നും യൂസ് ചെയ്യാതെയും കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ എളുപ്പമായിട്ടുള്ളവർ നേരത്തെ എഴുതിയാൽ പോലും പെൻ പേപ്പർ യൂസ് ചെയ്യാതെ കണ്ടുപിടിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം, ഇപ്പൊ 65%, 120ന്റെ 65%. ഓക്കെ അല്ലെ? 65%. ഈ 65% ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 65% ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെയൊക്കെ മാറ്റുന്നു? 50%, അതുപോലെ തന്നെ 10%, അതുപോലെ തന്നെ എന്തോ ആക്കി? 5% ആക്കി. ഓക്കെ അല്ലെ? 50%, 10%, 5%, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താ വരാൻ പോകുന്നത്? 65% ഇതിനകത്തും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ 50% കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 120ന്റെ 50% എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 120ന്റെ നേർ പകുതി എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അടുത്ത ഇതേ സാധനം തന്നെ 120ന്റെ എന്താ ചോദിച്ചേക്കുന്നത്? 10% എത്രയായിരിക്കും? 12. അടുത്തത് 120ന്റെ 5%. 120ന്റെ 5% എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? 10% 12 ആണ് എങ്കിൽ 5% എന്തായിരിക്കും? ഇതിന്റെ നേരെ പകുതി ആയിരിക്കും 5% എന്ന് പറഞ്ഞാൽ എത്ര വരും? 60ഉം 12ഉം 72ഉം 6ഉം എത്രയെന്ന് തന്നെ കിട്ടും? 78 എന്ന് തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോ പെർസെന്റേജ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്തും എന്ത് കണ്ടുപിടിക്കാം? ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അതൊരു മെയിൻ കാര്യമാണ്. കാരണം കാൽക്കുലേഷൻ നമുക്ക് എളുപ്പമാക്കാനായിട്ട് ഇതിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് പ്രീവിയസ് ഇയർ ചോദ്യമല്ല. ഈ ഒരു കാര്യം പ്രീവിയസ് ഇയർ ചോദ്യമല്ല. ഈ ഒരു കാര്യം ഇങ്ങനെ ആഡ് ചെയ്തും സബ്ട്രാക്ട് ചെയ്തും കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 65% ആയതുകൊണ്ട് 50ഉം 10ഉം 5ഉം ആയിട്ട് കൂട്ടിയെടുത്തു. ഇതേ സമയത്ത് നിങ്ങളുടെ 45% ചോദിച്ചെന്ന് നോക്കി, 45% ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 45% എന്ത് ചെയ്യാം? 50%ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 5% മൈനസ് ചെയ്താൽ പോരെ 45% കണ്ടുപിടിക്കാൻ. അതേ സമയത്ത് ചിലപ്പോ ഇപ്പൊ 27% ചോദിച്ചെന്ന് ചോദിച്ചാൽ 27% എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 25%ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ഒരു 2% ആഡ് ചെയ്താൽ പോരെ 27% കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതുപോലെ അഡിഷനും സബ്ട്രാക്ഷനും വഴി നമുക്ക് എന്ത് ചെയ്യാം? പല ഉത്തരങ്ങളും കണ്ടുപിടിക്കാം. വലിയ വലിയ ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേഷന്റെ അവസാനം ഇതിന്റെ ആവശ്യം വരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെന്റേജ് ഓഫ് 1 day ഈസ് 18 minutes? ഒരു ദിവസത്തിന്റെ എത്ര ശതമാനമാണ് എന്തെന്ന് പറയുന്നത്? 18 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ചെയ്ത അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ തൊട്ട് മുന്നേ അല്ല, അതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിൽ അതേപോലത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്ത് ചെയ്യുക?
ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ അല്ലേ? ആൻസർ ഒന്ന് കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യുക. എളുപ്പമാണ്, കണ്ടുപിടിക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിനെ ജസ്റ്റ് ഹോംവർക്ക് ആക്കി ഇടുക. ഓക്കെ അല്ലേ? ഹോംവർക്ക് ആക്കി ഇടുകയാണ്. എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എ പേഴ്സൺ സാലറി ഇൻക്രീസ്ഡ് ഫ്രം ₹8,100 ടു ₹9,000. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സാലറി? ഒരാളുടെ സാലറി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യുവാണ്. എവിടെ നിന്നാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നു? 8,100. ഓക്കെ, 8,100 നിന്ന് എത്രയിലോട്ട് കയറുന്നു? 9,000 ആയിട്ട് എന്ത് ചെയ്തു, ഒരാളുടെ സാലറി ഇൻക്രീസ് ചെയ്തു, സാലറി കൂടി. എങ്കിൽ വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സാലറി? എങ്കിൽ അയാളുടെ സാലറിയിലെ പെർസെന്റേജ് ഇൻക്രീസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നോർമലി സാലറി എത്ര കൂടിയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞോളൂ. നോർമലായിട്ട് സാലറി എത്ര കൂടിയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 8,100 നിന്ന് 9,000 അല്ല 9,000 ആയെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എത്രയാണ്? 900 ആണ് കൂടുന്നത്, അല്ലെങ്കിൽ 900ന്റെ ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ഇൻക്രീസ് 900 ആണ്. എന്നാൽ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ, എത്ര പെർസെന്റേജ് ഇൻക്രീസ് എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എത്ര ശതമാനം ഇൻക്രീസ്? അപ്പോൾ പെർസെന്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ പഠിച്ചിട്ടുണ്ടാവണം. പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാനായിട്ട് എന്താണോ വാല്യൂ, ചേഞ്ച് ഇൻ വാല്യൂ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കും. ചേഞ്ച് ഇൻ വാല്യൂ. ഇവിടെ ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ സാലറി ആയിരുന്നു 8,100 നിന്ന് ഇപ്പോൾ സാലറി എത്ര ആയിട്ട് മാറി? ചേഞ്ച് ആയിട്ടുള്ള സാലറി എത്രയാണ്? 9,000 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വാല്യൂ, ഇവിടുത്തെ ചേഞ്ച് ഇൻ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ 900 എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും ഉണ്ടാവുന്ന എവിടെ നിന്നാ? ബേസിക് ആയിട്ടുള്ള സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇനിഷ്യൽ ഉള്ള എമൗണ്ടിൽ നിന്നായിരിക്കും ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്ക് ലാഭം ഉണ്ടാവുന്നു, നഷ്ടം ഉണ്ടാവുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ വരുമ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസിനൊക്കെ ഈ സാധനമാണ് ബേസിക് സാധനം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ടോപ്പിക് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഈ ഒരു കാര്യമാണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകുമ്പോഴും ഇൻക്രീസ് ഉണ്ടാവുന്നു, ഡിക്രീസ് ഉണ്ടാവുന്നു. എവിടെ നിന്ന് ഇൻക്രീസ് ഉണ്ടാവുന്നു? നമ്മൾ വാങ്ങുന്ന വില, വാങ്ങിയ വിലയിൽ നിന്ന് കൂട്ടി വയ്ക്കാം, വാങ്ങിയതിൽ നിന്ന് കുറച്ച് വയ്ക്കാം. വാങ്ങിയ വിലയിൽ നിന്ന് കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും, വാങ്ങിയ വിലയിൽ നിന്ന് കുറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവും. ഈ വാങ്ങുന്ന വിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ മുകളിലേക്ക് നമ്മൾ വില കൂട്ടി വിറ്റാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നു. കോസ്റ്റ് പ്രൈസിന്റെ താഴേക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുന്നു? ലോസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ചേഞ്ച് ഇൻ വാല്യൂ, വാല്യൂ ചേഞ്ച് ആവുന്ന എപ്പോഴും ആരെ അടിസ്ഥാനമാക്കിയായിരിക്കും? എമൗണ്ട്, ഇനിഷ്യൽ ഉണ്ടായിരുന്ന എമൗണ്ടിനെ അനുസരിച്ച്. അപ്പം ചേഞ്ച് ഇൻ വാല്യൂ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് വരും? ഇനിഷ്യൽ വാല്യൂ. ഞാൻ നേരത്തെ പെർസെൻറ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, എപ്പോഴും നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരാളെ അടിസ്ഥാനമാക്കി മറ്റൊരാളുടെ കാര്യം പറയും. ഇവിടെ ചേഞ്ചിങ് പെർസെൻറ്റേജ് ചോദിച്ചു. അപ്പൊ ആരെ അടിസ്ഥാനമാക്കി ചോദിക്കാൻ പറ്റത്തുള്ളൂ? ഇനിഷ്യലി ഉള്ള വാല്യൂനെ അടിസ്ഥാനമാക്കി ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് വരും ഇക്വേഷൻ? അത് ചേഞ്ച് ഇൻ വാല്യൂ ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. ചേഞ്ച് ഇൻ വാല്യൂ എത്രയാണ്? 900 ആണ്. ഇനിഷ്യൽ വാല്യൂ എന്തായിരിക്കും? ഈ പറയുന്ന 8,100 ആണ് എന്തെന്ന് പറയുന്നത്? ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ഇൻറ്റു എന്താ വരാൻ പോകുന്നത്? 100. ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. സീറോസ് ക്യാൻസലായി. 9ഉം 81 എത്ര ടൈംസാ? 9 ടൈംസ്. അപ്പൊ എന്ത് വന്നു? 1/9 ഇൻറ്റു 100 അല്ലേ വരുന്ന ഫൈനൽ ആൻസർ? 1/9 ഇൻറ്റു 100. ഓക്കെ അല്ലേ? 1/9 ഇൻറ്റു 100 എത്ര പെർസെന്റേജ് ആയിരിക്കും? 1/9. നമ്മൾ എപ്പോഴും 9നെ പറ്റി പറയുമ്പോൾ 11നെ പറ്റി ഓർക്കുക, 11നെ പറ്റി പറയുമ്പോൾ 9നെ പറ്റി ഓർക്കുക. 1/9 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആയിരിക്കും? 11.11% ആണ് 1/9 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് രീതിയിൽ പറയാം? 11 1/9%. അപ്പൊ നമ്മുടെ ആൻസർ 11 1/9% ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, അടുത്ത ക്വസ്റ്റ്യൻ. എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 12 1/2%, given 99 as result. The number is, okay, ഒരു നമ്പർ എന്ത് ചെയ്യുന്നു? 12 1/2% ഇൻക്രീസ് ആവുന്നു. ഇൻക്രീസ് ആയി കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുന്ന എന്തായിട്ടാ? 99 ആണ് റിസൾട്ട്. അപ്പോൾ നേരത്തെ എന്തോ നമ്പർ ഉണ്ടായിരുന്നു, അറിയത്തില്ല. ആ നമ്പറിലാണ് എത്ര ഇൻക്രീസ് വരുന്നത്? 12.5% ഇൻക്രീസ് വരുന്നത്. ഇൻക്രീസ് വന്നു കഴിഞ്ഞിട്ട് അത് എന്തായിട്ട് മാറി? 99 ആയിട്ട് മാറി. എങ്കിൽ ദ നമ്പർ ഈസ്, ആ നമ്പർ എന്തെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ നമ്പർ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 12 1/2%. 12 1/2% എന്ന് പറയുമ്പോൾ 12 1/2% അതിന്റെ ഫ്രാക്ഷൻ എന്താ വരാൻ പോകുന്നത്? 1/8 ആണ് എന്തെന്ന് പറയുന്നത്. 12 1/2%ന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്.
ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് ഇവിടെ 12.5% കൂടി, അതുപോലെ തന്നെ 12% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 12% കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രാക്ഷൻ വെച്ച് എഴുതാം. ഇപ്പോൾ 100 ആയിരുന്നു ആദ്യത്തെ വാല്യൂ എങ്കിൽ 12% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ന്റെ 12% എന്ത് തന്നെയാണ്? 12.5 തന്നെയാണ്. അപ്പോൾ 12.5 100നോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 112.5 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? 100 എന്നുള്ളത് 112.5 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 100ഉം 112.5യും കൂടെ ഉള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും? 8:9 എന്ന് വരും. 8:9 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന എന്തെന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, 8:9. ഇത് എങ്ങനെ കിട്ടി? 100 എന്നുള്ള ബേസ് വാല്യൂ എടുത്തു, അതിൻ്റെ കൂടെ 12.5% കൂടി എന്ന് പറഞ്ഞാൽ പുതിയ വാല്യൂ എന്തായിട്ട് മാറും? 112.5 ആയിട്ട് മാറും. ആ രീതിക്കാണ് എന്ത് വരുന്നത്? 8:9 എന്നുള്ള റേഷ്യോ എഴുതുന്നത്. ഇതേ കാര്യം നമ്മൾ പഠിക്കുന്ന എന്ത് വെച്ച് എഴുതാം? ഫ്രാക്ഷൻ വെച്ച് എഴുതാം. ഈ ഫ്രാക്ഷനകത്താണെങ്കിൽ നമുക്കിപ്പോൾ 12.5% ഫ്രാക്ഷൻ എടുക്കുമ്പോൾ 12.5/100 എന്നാണ് നിങ്ങൾ എഴുതുക. 12.5/100. അതിൽ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തിട്ടാണ് എന്താക്കി മാറ്റി എഴുതുന്നത്? 1/8. 12.5 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്യുമ്പോൾ 12.5 × 8 ആണ് എത്രയെന്ന് പറയുന്നത്? 100 എന്ന് പറയുന്നത്. അങ്ങനെയാണ് 1/8 ആയിട്ട് മാറുന്നത്. ഇതിനകത്ത് ഈ 100 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 8നെയും. 12.5 എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 1നെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ 12.5% കൂടി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ബേസിക് വാല്യൂ 100 ആക്കി എടുക്കുകയാണെങ്കിൽ 12.5% കൂടി കഴിഞ്ഞാൽ പുതിയ വാല്യൂ എന്തായിട്ട് മാറി? 112.5 ആയിട്ട് മാറി. എന്ന് വെച്ചാൽ 100 + എന്താണ്? 12.5. അതാണ് എത്രയാണ്? 112.5. പിന്നെ നമ്മൾ അതിനെ ചെറുതാക്കി എന്താക്കി മാറ്റി? റേഷ്യോ ആക്കി മാറ്റി. എന്നാൽ 12.5% ഫ്രാക്ഷൻ നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ്. 100 എന്ന് പറഞ്ഞാൽ 8 ആണ്. ആ 8ൻ്റെയോടൊപ്പം ഇവിടെ 100നോടൊപ്പം 12.5 കൂടി എങ്കിൽ ആ 12.5 നമ്മൾ ഇവിടെ എന്താ റേഷ്യോക്കകത്ത് എന്താക്കിയാ പറയുന്നത്? 1 ആക്കിയാണ് പറയുന്നത്. ആ 8നോടൊപ്പം 1 കൂടി കഴിഞ്ഞാൽ പുതിയ വാല്യൂ എന്തായിട്ട് മാറും? 9 ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് റേഷ്യോ പറയാം. എന്താണ് റേഷ്യോ? 8:9 എന്നുള്ള റേഷ്യോ പറയാം. അപ്പോൾ 12.5% A is 12.5% മോർ ദാൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A:B റേഷ്യോ വരുമ്പോൾ എന്ത് വരും? 8:9 എന്ന് വരും. ഓക്കെ അല്ലേ? അല്ല, 9:8 എന്ന് വരും. A is 12.5% മോർ ദാൻ B എന്ന് പറയുമ്പോൾ 9:8 ആയിരിക്കും റേഷ്യോ. അതുപോലെ ഇപ്പോൾ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഇപ്പോൾ ഈ കൂടിയ സാധനം 12.5% അല്ല എന്ന് വയ്ക്കുക, ഒരു 20% ആണെന്ന് വെച്ചോ. 20% കൂടി എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ റേഷ്യോ എങ്ങനെ വരുമായിരിക്കും? 20%ന്റെ ഫ്രാക്ഷൻ എന്താ? 20% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ 1/5 ആണ്. 20% കൂടി എന്ന് പറയുകയാണെങ്കിൽ 5 ആയിരുന്ന ആദ്യത്തെ വാല്യൂ അതിനോടൊപ്പം എന്തുകൂടെ കൂടുന്നു? ഈ 1 കൂടെ ഇൻക്രീസ് ആയിട്ട് എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറി. 5:6. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാന്നുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് കിട്ടും. ഏറ്റവും ബേസിക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ അഡിഷൻ റേഷ്യോ ഒരു അഡിഷൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കുറയുന്നതായാലും ഇപ്പൊ 20% കൂടി എന്ന് പറയുമ്പോൾ 5 6 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ആ 1 കൂടിയിട്ട് 6 ആയിട്ട് മാറി. ഇതേ സമയത്ത് വേറൊരു ക്വസ്റ്റ്യൻ പറയാണ്, 40% കുറഞ്ഞു എന്നാണെന്ന് വെക്കുക. 40% കുറഞ്ഞു എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടി വന്നേനെ? 40%ന്റെ ഫ്രാക്ഷൻ എന്താ വരിക? 2/5 ആണ് 40% എന്ന് പറയുന്നത്. 40% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ആദ്യത്തെ വാല്യൂ 5 ആണ്. എപ്പോഴും ഡിനോമിനേറ്ററിലുള്ളതായിരിക്കും ആദ്യത്തെ വാല്യൂ. അയാൾ 5 ആണ്. 2 കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. അതായിരിക്കും 40%ന്റെ ഡിക്രീസിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ആ റേഷ്യോയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സമയത്ത് എ നമ്പർ ഇൻക്രീസ് ബൈ 12 1/2% ഗിവൺ 99 ആസ് റിസൾട്ട്. അപ്പോൾ 12 1/2% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എഴുതേണ്ട എന്താ എഴുതാവൂ? ഈ റേഷ്യോ എഴുതാവൂ. വേറെ 100 112.5 ഇതൊന്നും എഴുതാനായിട്ട് പോകരുത്. ആദ്യമേ എന്ത് എഴുതുക? റേഷ്യോ എഴുതുക. കൂടിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 99 ആണ്. അപ്പൊ ഈ 9 യൂണിറ്റ് ആണ് എത്രയെന്ന് പറയുന്നത്? 99 എന്ന് പറയുന്നത്. എങ്ങനെ കിട്ടുന്നു? 9 × 11 ആണ്. എങ്കിൽ 8 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ പോരെ. എങ്കിൽ ആ നമ്പർ എന്തെന്നാണ് ചോദിക്കുന്നത്. ആ നമ്പറാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 8 എന്ന് പറയുന്നത്. ഇൻക്രീസ് ആയത് എവിടെ നിന്നാ ഇൻക്രീസ് ആയ? 8ൽ നിന്ന് 9 ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ നമ്പർ ഏതാ? 8 യൂണിറ്റ്. 8 × 11 എത്രയെന്ന് കിട്ടും? 88 എന്ന് കിട്ടും എൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ 88 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാമോ? അടുത്ത ക്വസ്റ്റ്യൻ, when a number increased by 47 1/2%, the result is 590. Find the number. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ. ഒരു നമ്പർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. എത്രയാ കൂടുന്ന? 47 1/2% അല്ലെങ്കിൽ 47% എന്ത് ചെയ്തു? നമ്പറിൽ ഇൻക്രീസ് ഉണ്ടായി എങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എന്താണ്? 590 ആണ് നമുക്ക് കിട്ടിയ ഉത്തരം.
എങ്കിൽ ആ നമ്പർ എന്താണെന്നത് കണ്ടുപിടിക്കുക. ഇവിടെയും ആ ഒരു റേഷ്യോ എഴുതുക എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ 47 1/2% നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നില്ല, കാണാതെ പഠിക്കുന്ന ആളിനകത്തില്ല. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? 47 1/2 എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ അതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ എങ്ങനെ എഴുതും? 47 × 2 40 × 2 80 7 × 2 എന്താ ഒരു 14. അപ്പോൾ 18 14 കൂടെ ആകുമ്പോൾ എത്രയായിട്ട് മാറും? 94 + 1 94 + 1 എത്രയും 95/2% ആണ്. 47 1/2%. അതുപോലെ തന്നെ 95/2% ആണ്. പെർസെൻറ്റേജ് മാറ്റാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയായിട്ട് മാറും? 95/200 എന്നായിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ എപ്പോഴും എന്ത് ചെയ്താൽ മതി? ഒരു നമ്പർ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ എന്താ? 10/2. 10/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇതിനെ ഒരു പോയിന്റ് മാറ്റുക. ഇപ്പൊ 95 റൈറ്റിൽ നിന്ന് ഒരു പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ എന്ത് വരും? 9.5. അതിന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും വരുന്നത്? 19. അപ്പോൾ 19/20 ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ 47 1/2% എന്തെന്ന് പറയുന്നത് ഫ്രാക്ഷൻ. ഓക്കെ ആണ്. 47 1/2% എന്നിരുന്നു. അതിനെ എന്താക്കി മാറ്റി? ആ മിക്സഡ് ഫ്രാക്ഷൻ ഇരുന്നതിനെ എന്താക്കി മാറ്റി? നോർമൽ ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഇപ്പോൾ 95 ഇവിടെ പല ആൾക്കാർക്കും തെറ്റാറുണ്ട്. പല ആൾക്കാരും 95/2 ഫ്രാക്ഷൻ ആക്കി എടുക്കും. ഒരിക്കലും 95/2 ഫ്രാക്ഷൻ അല്ല, 95/2% ആണ്. അതിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? 95/200 എന്നായിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? അല്ല, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? 95/200 ആയി. അതിനെ ഫ്രാക്ഷൻ ആക്കുന്ന സമയത്ത് എന്തെന്ന് കിട്ടും? 19/20 എന്നുള്ള ഫ്രാക്ഷൻ ആയിട്ട് മാറി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? 19/20 ആണ് ഫ്രാക്ഷൻ എങ്കിൽ ആദ്യത്തെ നമ്പർ 20 ആണ്. 19 കൂടുന്നു. 19 കൂടിക്കഴിഞ്ഞാൽ പുതിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ 20 അല്ല, എന്താണ്? 40. ആദ്യത്തെ നമ്പർ 40 ആണ്. ഓക്കെ, നമ്മൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 19/40 എന്നാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ നമ്പർ 40 ആയിരുന്നു. അതിനോടൊപ്പം 19 കൂടി കഴിഞ്ഞാൽ പുതിയ നമ്പർ എത്രയെന്ന് വരും? 59. അപ്പൊ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ 40:90 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. 40 ആയിരുന്നു ആദ്യത്തെ നമ്പർ. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? 90 കൂടി. അപ്പോൾ 90 കൂടി എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 90 40യുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും? 59 ആയിട്ട് മാറും. 40:59. അപ്പോൾ 40 ആയിരുന്ന നമ്പർ 47% കൂടി കഴിഞ്ഞാൽ എത്രയായിട്ട് മാറും? 59 ആയിട്ട് മാറും റേഷ്യോ അനുസരിച്ച്. എന്നാൽ ഈ ഒരു കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ? ഈ 59 ആണ് എത്രയെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത്? 590 എന്ന് പറയുന്നത്. എങ്കിൽ ഇൻറ്റു എന്താ? 59 ഇൻറ്റു എന്താ വരുന്നത്? ഇൻറ്റു 10 അല്ല 590 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിച്ചൂടെ? ആ നമ്പർ ഏതാണെന്നല്ലേ ചോദിക്കും. നമ്മുടെ റേഷ്യോ അനുസരിച്ച് നമ്മൾ എന്ത് നമ്പർ എത്രയാണ്? നമ്മുടെ 40 യൂണിറ്റ് ആണ്. 40 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കിട്ടി. നമ്പർ ഏതായിരിക്കും? 400 ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ നമ്പർ എന്ന് പറയും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇഫ് 37.5% ഓഫ് എ നമ്പർ ഈസ് ആഡഡ് വിത്ത് itself then result becomes 1320. ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാ. അതിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തി ചോദിച്ചേക്കുന്നു. എന്താ? ഇഫ് 37.5% ഓഫ് എ നമ്പർ, ഒരു നമ്പറിന്റെ 37.5% എന്ത് ചെയ്തു? അതിനോടൊപ്പം തന്നെ കൂട്ടുന്നു എന്നാ പറഞ്ഞേക്കുന്നു. ഒരു നമ്പറിന്റെ 37% അതിനോടൊപ്പം തന്നെ കൂട്ടുന്നു. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മറ്റൊരു നമ്പർ കിട്ടി. ആഡഡ് വിത്ത് itself then result becomes. അപ്പോൾ പുതിയൊരു നമ്പർ കിട്ടി. ആ നമ്പറാണ് ഏതെന്ന് പറയുന്നത്? 1320 എന്ന് പറയുന്നത്. എങ്കിൽ ഫൈൻഡ് ദി ഒറിജിനൽ നമ്പർ. എങ്കിൽ ആ ഒറിജിനൽ നമ്പർ എന്താണോ അത് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ 37.5% നമുക്കറിയാം. 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം? 1/8 ആണെന്നറിയാം. എങ്കിൽ 12.5% ഇൻറ്റു 3 ആണ് എന്തെന്ന് പറയുന്നത്? 37.5% എന്ന് പറയുന്നത്. 12.5% ഇൻറ്റു 3 ആണ് 37.5%. ഈ 37.5% ഫ്രാക്ഷൻ അപ്പോൾ എന്ത് വരും? ഈ 1/8 ഇൻറ്റു 3 ചെയ്താൽ പോരെ? 1/8 ഇൻറ്റു 3 എന്തെന്ന് കിട്ടും? 3/8
8 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ്റെ ആളായി 3/8 ആണ് നമ്മുടെ 37.5% ഫ്രാക്ഷൻ. അപ്പോൾ 3/8 ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം 3/8 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രാക്ഷൻ എങ്കിൽ അതിന്റെ അർത്ഥം 8 ആയിരുന്നു ഒറിജിനലി ഉണ്ടായിരുന്ന നമ്പർ. അതിനോടൊപ്പം 37.5% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ അനുസരിച്ച് എത്ര കൂടി? 3 കൂടി. അപ്പൊ പുതിയ നമ്പർ എത്രയായിരിക്കും? 8ന്റെ കൂടെ 3 കൂടിയാൽ കിട്ടുന്ന പുതിയ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11. അപ്പൊ നമ്മുടെ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 8:11 എന്തെന്ന് പറയുന്നത് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെ കൂടി കഴിഞ്ഞിട്ട് കിട്ടിയ നമ്പർ എന്താണെന്ന് പറഞ്ഞു? 1320 ആണ്. റേഷ്യോ അനുസരിച്ച് കൂടി കിട്ടുന്ന നമ്പർ 11 യൂണിറ്റ് ആണ്. ആ 11 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? 1320 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 11 യൂണിറ്റ് ആണ് 1320. ഇൻറ്റു എത്രയായിരിക്കും? 11 ഇൻറ്റു എത്രയാണ്? 132 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഇൻറ്റു എത്ര വരും? 11 ഇൻറ്റു 12 ആണ് എന്തെന്ന് പറയുന്നത് 132. ഒരു 0 കൂടെ ചേർന്ന് എത്ര വരും? 120. 11 ഇൻറ്റു 120 ആണ് 1360. എങ്കിൽ നമ്പർ ഏതാണെന്നാ ചോദ്യം. നമ്പർ 8 യൂണിറ്റ് ആണ്. റേഷ്യോ അനുസരിച്ച് 8 യൂണിറ്റ് ആണ്. ആ 8ന്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 120 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ എത്രയെന്ന് കിട്ടും? 960. 12 ഇൻറ്റു 8 എത്രയാണ്? 96 ആണ്. അപ്പൊ ആൻസർ എത്രയെന്ന് കിട്ടും? 960. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാം സെയിം മോഡലാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തിലോട്ട് പോയി. വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 15% ഓഫ് 180 സോ ദാറ്റ് ദ സം ഈസ് ഈക്വൽ ടു 20% ഓഫ് 360? എന്താണ് ഒരു വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 15% ഓഫ് 180? 180ന്റെ 15%-നോടൊപ്പം എന്താണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 50% ഓഫ് 180 സോ ദാറ്റ് ദ സം ഈസ്, എങ്കിൽ കിട്ടുന്ന ആളെന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കണം? 360ന്റെ 20% തുല്യമായിരിക്കണം എന്തെന്ന് പറയുന്നത് കിട്ടുന്ന ആളെന്ന് പറയുന്നത്. അപ്പോൾ 50% ഓഫ് 180 180ന്റെ എന്താണ്? 15% ഫ്രാക്ഷൻ എന്ത് എഴുതാം? 15%ന്റെ ഫ്രാക്ഷൻ 15%. 15/100 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വരും? 3/20 എന്ന് വരും. അപ്പോ 180ന്റെ 15% എന്ത് കൊടുത്തു? 3/20 എന്ന് കൊടുത്തു. പ്ലസ് എന്താണ്? എക്സ് എന്തോ ആഡ് ചെയ്തു. വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 50% ഓഫ് 180? 180ന്റെ 15%-നോടൊപ്പം എന്തോ ആഡ് ചെയ്യണം. ആ എന്തോ ആഡ് ചെയ്താണ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയ ആളെന്ന് പറഞ്ഞാൽ എന്താ? കിട്ടിയ ആൾ എന്തിന് ഈക്വൽ ആവുന്നു? 360ന്റെ 20% കിട്ടിയ ആള് ഈക്വൽ ആവുന്നു. 360യുടെ 20% അറിയാം. അടുത്ത ക്ലാസ് മുതൽ ഈ സൈഡിൽ എഴുതുന്ന പരിപാടി ഒന്ന് മാറും. 20%ന്റെ ഫ്രാക്ഷൻ എന്തെന്ന് വരും? 1/5 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്യാൻസൽ ചെയ്തോടെ ഇവിടെ എന്ത് ചെയ്യും? 0 പോയി. 9ഉം 18ഉം കൂടെ എത്ര ടൈംസ്? അല്ല 2ഉം 18ഉം കൂടെ 9 ടൈംസ്. ഇവിടെ ആണെങ്കിൽ 360യുടെ 20% 360 × 1/5 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന എത്രയും കിട്ടും? 72 എന്ന് കിട്ടും. അപ്പൊ 9 × 3 എന്താണ്? 27 പ്ലസ് എക്സ് ഈക്വൽ എന്തെന്ന് കിട്ടി? 72 എന്ന് കിട്ടി. എങ്കിൽ എക്സ് ഈക്വൽ എന്തായിരിക്കും? 72 മൈനസ് 27 എത്ര കിട്ടും? 27 3 കൂട്ടി കഴിഞ്ഞാൽ 30 30 പ്ലസ് 42 ആണ് എന്തെന്ന് പറയുന്നത് 72. നേരത്തെ ഒരു 3 കൂടെ ഉണ്ട്. എത്രയെന്ന് കിട്ടും? 45 എന്ന് കിട്ടും നമ്മുടെ ഉത്തരം. ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് എന്ത് ചെയ്തു? പെർസെന്റേജിനൊക്കെ ഫ്രാക്ഷൻ ആക്കി എഴുതി. ആ കൂട്ടുന്ന ആളിനെ എന്ത് ചെയ്തു? എക്സ് ആക്കി എടുത്തു. ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എത്രയെന്ന് കിട്ടി? 45 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഏതാ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ 48% ആൻഡ് 38% ഓഫ് എ നമ്പർ ഈസ് 354. ഒരു നമ്പറിന്റെ 48%-ന്റെയും അതുപോലെ തന്നെ 38%-ന്റെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 354 ആണ്. എങ്കിൽ വാട്ട് ഈസ് 58% ഓഫ് ദാറ്റ് നമ്പർ? എങ്കിൽ ആ നമ്പറിന്റെ 58% എത്രയെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. എങ്കിൽ ആ നമ്പറിന്റെ 58% എത്ര? അപ്പോ നമുക്കറിയാം 48%-ന്റെയും അതോടൊപ്പം തന്നെ 38%-ന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായി? 10%. ഓക്കെ അല്ലേ? 10%. ഈ 10% എന്തെന്ന് പറയുന്നത്? 10% എന്തെന്ന് പറയുന്നുണ്ട്? 354 ആണെന്ന് പറയുന്നുണ്ട്. 10% 354 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഈ നമ്പറിന്റെ 58% വേണം കണ്ടുപിടിക്കാൻ.
10ൽ നിന്ന് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് 58 പോകുന്ന എളുപ്പമാണോ? അല്ല. അപ്പോ 58% എന്തായാലും ഒരു ഈവൻ നമ്പർ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഞാൻ ഈ 10% എന്ത് ചെയ്ത് മാറ്റുന്നു, ഒരു ഡിവൈഡഡ് ബൈ 5 കൊടുക്കുന്നു. അപ്പൊ എത്ര കിട്ടും എനിക്ക്? 2% കിട്ടും. ഈ 2% കണ്ടുപിടിക്കാൻ കാരണം ഈ 2% കൂടെ ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 29 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് എത്രയായിട്ട് മാറി? 58% മാറി. ഓക്കെ അല്ലേ? അപ്പോ എനിക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കേണ്ട സാധനത്തിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. 10% 354 എന്നിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു, 10% ബൈ 5 ചെയ്ത് എന്താവും? 2%. അതേ ഡിവൈഡഡ് ബൈ 5 ഞാൻ എവിടെയും കൊടുക്കുന്നു, ഇപ്പുറത്തും കൊടുക്കുന്നു. ഡിവൈഡ് ബൈ 5 കൊടുത്താൽ 35.4 അല്ല 354 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? 35.4 ഡബിൾ എടുത്താൽ മതി. എത്രയെന്ന് കിട്ടും? 70.8 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? 70.8 എന്തെന്ന് പറയുന്നത് 2% എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കാനുള്ള 58%. അപ്പോ 2% 70.8 ആണെങ്കിൽ 2% 58% ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 29 ചെയ്താൽ മതി. ഇൻറ്റു 29 ഏതിൻ്റെ കൂടെ ഇൻറ്റു 29 ചെയ്യണം? നമ്മൾ 70.8 എന്ത് ചെയ്യണം? 29 അങ്ങ് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യണം. പോകുന്നതിന് മുന്നേ നമ്മൾ ഓപ്ഷനും കൂടെ ഒന്ന് നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ 70.8 യൂണിറ്റ് ഡിജിറ്റ് എന്താ വന്നേക്കുന്നത്? 8 ആണ്. 29 യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 9 ആണ്. 8 × 9 എന്ത് വരും? 72. അപ്പൊ 2 എന്ന് പറയുന്നതാണ് അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്. പോയിന്റ് കഴിഞ്ഞ് എന്ത് വരണം? 2 വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പോയിന്റ് കഴിഞ്ഞ് 2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടേ? ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, 2053.2. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2053.2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എപ്പോഴും ഈ ഒരു കാര്യം ഓർക്കുക. ഞാൻ ചെയ്തത് 70.8 29 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നാലേ നമുക്ക് അവസാന ആൻസർ കിട്ടത്തുള്ളൂ. ഞാനത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നിന്നില്ല. എന്ത് ചെയ്തു? യൂണിറ്റ് ഡിജിറ്റ് നോക്കി. 8 × 9 8 × 9 എന്തായിരിക്കും വരിക? 72 ആണ്. 72 വരുമ്പോ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരുന്നു? 2 വരുന്നു. അപ്പൊ ഇവിടെ 2 ഓപ്ഷനകത്തോ യൂണിറ്റ് ഡിജിറ്റ് 2 വരുന്ന ഏത് ഓപ്ഷന് മാത്രമേ ഉള്ളൂ? ഡി ഓപ്ഷന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? അതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പിക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ okay, അടുത്ത ക്വസ്റ്റ്യൻ. A student accidentally multiplied a number by 2/5 instead of 5/2. Find ആണ് ഇവിടെ എന്നാണ്? Find the percentage error in the calculation. എങ്കിൽ ആ കാൽക്കുലേഷനുള്ള പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്തു? ഒരു സ്റ്റുഡന്റ് ആക്ച്വലി മൾട്ടിപ്ലൈ നമ്പർ ബൈ 2/5. ഒരു കുട്ടി ഒരു നമ്പറിനെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നാൽ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി ഇരുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിരുന്ന സാധനത്തിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എങ്കിൽ പെർസെൻറ്റേജ് എറർ, കാൽക്കുലേഷനിലുണ്ടായ പെർസെൻറ്റേജ് എറർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. നോർമലി ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ എക്സ് ഒരു നമ്പർ ആക്കി എടുക്കുന്നു. ആ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്? 5/2 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമലി ഉണ്ടാവേണ്ട ആൻസറും ഇപ്പോൾ ഉണ്ടായ ആൻസറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അവിടെ ഉണ്ടാകുന്ന എറർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? 5x/2 നിന്ന് എന്ത് ചെയ്യുന്നു? 2x/5 മൈനസ് ചെയ്യും. ഡിവൈഡഡ് ബൈ ഒറിജിനലി ഉണ്ടാവേണ്ട ആൾ ആരാണ്? 5x/2 ഇൻറ്റു 100. ഇങ്ങനെയാണ് എന്തെന്ന് പറയാം, അതിന്റെ കൺവെൻഷണൽ രീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ നിൽക്കുന്നില്ല, നമ്മുടെ രീതി മാറ്റുവാണ്. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ ഒന്ന് എളുപ്പത്തിൽ പോവാം, അങ്ങോട്ടേക്ക് കുറച്ച് എളുപ്പത്തിൽ പോവാം. എന്ത് ചെയ്തു? ആ രണ്ട് ഫ്രാക്ഷൻ ആദ്യം നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, എന്തായാലും ആൻസർ കിട്ടും. ആ ഫ്രാക്ഷൻ എന്ത് ചെയ്തു? അതുപോലെ എഴുതി 2/5 5/2. ആരാ വരേണ്ടിയിരുന്നത്? 5/2 ആണ് വരേണ്ടിയിരുന്നത്. 5/2 വരേണ്ടിയിരുന്ന സ്ഥാനത്താണ് ആര് വന്നത്? 2/5 വന്നത്. ആ ഫ്രാക്ഷൻ അതുപോലെ എടുത്തെഴുതുന്നു. എന്ത് ചെയ്തു? എന്നിട്ട് ആ ഫ്രാക്ഷൻ അങ്ങ് ക്രോസ് ചെയ്ത് അങ്ങ് മൾട്ടിപ്ലൈ. ഓക്കെ അല്ലേ? ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 5 എത്ര വരും? 25 4. ഓക്കെ ആണ്, 25 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് എടുക്കണം. ഈ 25ന്റെയും അതുപോലെ തന്നെ 4ന്റെയും കൂടെ ഡിഫറൻസ് എടുക്കുക. 25ന്റെയും 4ന്റെയും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് എത്രയാ വരിക? 21 അല്ലേ വരുന്നത്. അപ്പോൾ 21 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഉണ്ടായ
എറർ എന്ന് പറയാൻ. ഓക്കെ അല്ലേ? ആ എറർ ആരാണ് യഥാർത്ഥത്തിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്? 5/2 ആണ്. അവിടെ കിടക്കുന്ന നമ്പർ ഏതാ? 25 ആണ്. അപ്പൊ 21 എന്ന് പറഞ്ഞ എറർ ഉണ്ടായി. എവിടെ നിന്ന്? 25-ൽ നിന്ന്. ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 25 100 കൂടെ 4 ടൈംസ് 4 ഇൻറ്റു 21 എത്രയെന്ന് കിട്ടും? 84% എന്ന് കിട്ടും. നമ്മുടെ എന്തെന്ന് പറയുന്നത്? എറർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൺവെൻഷണൽ രീതിയിൽ പോകുന്നില്ല, നോർമൽ ആയിട്ടുള്ള രീതിയിൽ പോകുന്നു. ഏതാണ്? 5/2 ആണ് എന്ത് ചെയ്യേണ്ടിയിരുന്നത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ തെറ്റി. ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിൽ നിന്ന് വരാറുണ്ട്. ശ്രദ്ധിച്ചോണം. ഷോർട്ട് കട്ട് പറയാൻ കാരണം കൂടെ അതാ. മെയിൻസിന് പോലെ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ 25 മൾട്ടിപ്ലൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 25. ഇപ്പുറത്താണെങ്കിൽ എന്തായി? 4 ആയി. ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നു. ഡിഫറൻസ് എത്ര കിട്ടി? 21 എന്ന് കിട്ടി. അപ്പോൾ ഈ 21 ആണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ എറർ. നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 25 കിട്ടേണ്ട അടുത്ത് എന്ത് കിട്ടി? 4 കിട്ടി. അതാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ റേഷ്യോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 25 യൂണിറ്റ് വരേണ്ട സ്ഥലത്ത് എത്ര യൂണിറ്റേ വന്നോളൂ? 4 യൂണിറ്റേ വന്നോളൂ. എന്ന് പറഞ്ഞാൽ 21 യൂണിറ്റ് വന്നില്ല. അപ്പൊ 21 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? അവിടെ ഉണ്ടായ എറർ. ആ എറർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഏതിന്റെ ബേസിസിൽ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? എനിക്ക് 3 മാർക്ക് കുറഞ്ഞു. എവിടെ നിന്ന് കുറഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ? ടോട്ടൽ ആയിട്ടുള്ള 100 മാർക്കിൽ നിന്ന് കുറഞ്ഞു എന്നല്ലേ പറയാം. അല്ലെങ്കിൽ 50 മാർക്കിനാണ് പരീക്ഷയെങ്കിൽ 50 മാർക്കിൽ നിന്ന് കുറഞ്ഞു. അപ്പൊ എപ്പോഴും ടോട്ടൽ ആയിട്ടുള്ള എന്താണോ അതിൽ നിന്നല്ലേ കുറവ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ എവിടെ? 25 എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? നമ്മുടെ ബേസിക് വാല്യൂ എറർ ഉണ്ടായത് 21 ആണ്. ഇൻറ്റു എന്ത് ചെയ്തു? 100 ചെയ്യുന്നു. അപ്പൊ 25 100 4 തവണയാണ്. 21 ഇൻറ്റു 4 എത്രയെന്ന് കിട്ടും? 84% എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 84%. ഓപ്ഷൻ ഏതാണ്? ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ okay. അടുത്ത ക്വസ്റ്റ്യൻ. A salary is 20% less than A salary is 20%. A അല്ല, A's ആണ്. A salary is 20% less than B salary. B salary is what percentage more than A salary എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റേഷ്യോ എഴുതാന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ മോഡൽ വരുമ്പോഴാണ്. A is 20% less than B എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ A is 20% less than B. അപ്പോ ഇവിടെ എയും ബിയും കൂടെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യുന്നു? A is to B റേഷ്യോ എഴുതുന്നു. A is 20% less than B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പോകുന്നു? ബി എ റിലേറ്റ് ചെയ്തല്ലേ പറയുന്ന. ആ കാര്യം നമ്മൾ മലയാളത്തിലോട്ട് മാറ്റി എങ്ങനെ വരും? എ എന്ന് പറയുന്നത് 20% കുറവാണ്. ആരെക്കാളും കുറവാണ്? ബി യേക്കാൾ. ഓക്കെ അല്ലേ? എ ഈസ് 20% ലെസ് ദാൻ ബി സാലറി. എക്ക് 20% കുറവാണ്. ആരെക്കാളും കുറവാണ്? ബി യേക്കാളും കുറവാണ്. അപ്പൊ ആരെ റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു? ബി എ റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പോ നമുക്കറിയാം ഫ്രാക്ഷനകത്ത് 20% എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 20% ഫ്രാക്ഷൻ 1/5 ആണ്. ഈ ഫ്രാക്ഷനകത്ത് ഡിനോമിനേറ്ററിൽ വരുന്ന ആളായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? റിലേറ്റ് ചെയ്ത് വരുന്ന ആൾക്ക് കൊടുക്കുക. ഇവിടെ ബി എ റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത് കൊണ്ട് ഡിനോമിനേറ്റർ ഒന്ന് ആരാ? 5 ആണ്. അത് ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. ഇനി ഈ 1 എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാവുന്ന 20%. 20% ഇൻക്രീസ് ആണെങ്കിൽ ഒന്നിനെ കൂട്ടുക, 20% ഡിക്രീസ് ആണെങ്കിൽ ഒന്നിനെ കുറയ്ക്കുക. ഇവിടെ എന്തെന്നാ പറഞ്ഞേക്കുന്നത്? കുറഞ്ഞു എന്നല്ലേ? എയുടെ സാലറി ബിയുടെ സാലറിയെക്കാളും 20% കുറവാണ്. അപ്പൊ എയുടെ കുറവെന്ന് പറയുമ്പോൾ എന്താക്കി എടുക്കും? എ സാലറി 20% ലെസ് ദാൻ ബി സാലറി. ഓക്കെ, കുറവാണെന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 ആക്കി എടുത്തു. അപ്പൊ എ ഈസ് ടു ബി റേഷ്യോ എന്തെന്ന് കിട്ടി? 4:5 എന്ന് കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബി സാലറി ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ എ സാലറി. എങ്കിൽ ബിയുടെ സാലറി എന്ന് പറഞ്ഞാൽ എയുടെ സാലറിയെ കാട്ടിലും എത്ര ശതമാനം കൂടുതലാണ്? അതാണ് നമ്മുടെ ചോദ്യം ചോദിച്ചേക്കുന്നത്. എത്ര ശതമാനം കൂടുതലാണ്? മോർ ദാൻ എ. ബി സാലറി ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ എ സാലറി. എത്ര കൂടുതലാണ്? ഇപ്പൊ റേഷ്യോയിൽ നോക്കിക്കഴിഞ്ഞാൽ എയുടെ സാലറി 4 ആണ്, ബിയുടെ സാലറി 5. എത്ര കൂടുന്നു? 1 കൂടുന്നു. ഓക്കെ അല്ലേ? എവിടെ നിന്ന് കൂടി? എയിൽ നിന്ന് കൂടി. അപ്പോ 1 കൂടുന്നത്. ബിയുടെ സാലറി എന്ന് പറഞ്ഞാൽ എയുടെ സാലറി കാട്ടി 1 കൂടുതലാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു വെക്കുന്നത് ആരെ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നത്? ബിയുടെ സാലറി എന്ന് പറയുന്നത് എയുടെ സാലറിയെക്കാളും എത്ര ശതമാനം കൂടുതലാണ്? എ റിലേറ്റ് ചെയ്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ഡിനോമിനേറ്ററിൽ ആരായിരിക്കും വരിക? എ ആയിരിക്കും വരിക. 1/4
ഇൻറ്റു 100. 1/4 വന്നാലേ പറയാം 1/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 25% ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എന്ത് വരും? ബി വരും. ഓക്കെ അല്ലേ? റേഷ്യോ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. അതിന് നേരത്തെ മുന്നേ ഉള്ള ക്വസ്റ്റിനകത്ത് റേഷ്യോ എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ 20% ഫ്രാക്ഷൻ 1/5 ആണ്. ക്വസ്റ്റ്യൻ എയുടെ സാലറി എന്ന് പറയുന്നത് ബിയുടെ സാലറിയെക്കാളും 20% കുറവാണ്. അപ്പോൾ ബിക്ക് എന്ത് കൊടുത്തു? ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന 5 കൊടുത്തു. എപ്പോഴും ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് ആരെ റിലേറ്റ് ചെയ്ത് പറയുന്നുവോ അയാളായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് 5 കൊടുത്തു. സോറി, ഒന്ന് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവുന്നപ്പോൾ എന്തായി? 4 ആയി. അപ്പോൾ A/B 4:5 ആണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എങ്ങനെയാ? ബിയുടെ സാലറി എന്ന് പറയുന്നത് എയുടെ സാലറിയെക്കാളും എത്ര ശതമാനം കൂടുതലാണ്? അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ ആരെക്കാളും എത്ര കൂടുതലാണ്? എയെക്കാളും. എയെ റിലേറ്റ് ചെയ്ത് ചോദിച്ചു. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം ബിയെ റിലേറ്റ് ചെയ്ത് തന്നു, ചോദിക്കുന്ന കാര്യം ആരെ റിലേറ്റ് ചെയ്ത് ചോദിച്ചു? എയെ റിലേറ്റ് ചെയ്ത് ചോദിച്ചു. അപ്പോൾ എയുടെ വാല്യൂ എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ ആയിട്ട് വന്നു. കൂടിയത് എത്രയാണ്? 1 യൂണിറ്റ് ആണ് കൂടിയത്. 1/4 × 100 എത്രയെന്ന് കിട്ടും? 25% കിട്ടും. ഓക്കെ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമോ? അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് എ മോട്ടോറിസ്റ്റ് increases his speed to reduce the time taken to cover a certain distance by 20%. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരാളും കൂടെ ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ വലിയ കണ്ടീഷൻ ഒന്നും വേണ്ട. ഇവിടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത്. സോറി, ഡിസ്റ്റൻസ് ബൈ എന്ത് വരും? ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഒരു കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യനിലോട്ട്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യനകത്ത് അറിഞ്ഞാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് എ മോട്ടോറിസ്റ്റ് ഇൻക്രീസസ് ഹിസ് സ്പീഡ്. ഒരാള് അയാളുടെ എന്താണ് വണ്ടി ഓടിക്കുന്ന ഒരാൾ അയാളുടെ സ്പീഡ് എത്ര കൂട്ടണം? എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് ദ ടൈം ടേക്കൺ ടു കവർ എ സെർട്ടൻ ഡിസ്റ്റൻസ് ബൈ 20%. അയാളുടെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാറ്റമൊന്നുമില്ല. അയാളുടെ ഏതോ ഒരു ഡിസ്റ്റൻസ് അയാൾ എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 20% അയാൾക്ക് കുറയ്ക്കണം. സമയം 20% കുറയ്ക്കണമെങ്കിൽ അയാൾ സ്പീഡ് എത്ര ശതമാനം കൂട്ടണം എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആര് കോൺസ്റ്റന്റ് ആണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ ജസ്റ്റ് ചിന്തിക്കുക, ഒരു കോൺസ്റ്റന്റ് വാല്യൂ വന്നു. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, ഡിസ്റ്റൻസിന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഡിസ്റ്റൻസിന് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? സ്പീഡ് ഇൻറ്റു ടൈം ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സ്പീഡ് ഇൻറ്റു ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഇവിടെ സ്പീഡ്, ടൈം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, 3 ആൾക്കാരുണ്ട്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പീഡല്ലേ? അയാൾ ആദ്യം പോകുന്ന സ്പീഡും ഉണ്ട്, രണ്ടാമത് ചേഞ്ച് ചെയ്ത് പോകുന്ന സ്പീഡുണ്ട്. കാരണം പറഞ്ഞേക്കുന്ന സ്പീഡ് നേരത്തെ ഉള്ള സ്പീഡിൽ നിന്നും ഇപ്പോൾ ഉള്ള സ്പീഡ് എന്ത് ചെയ്യണം? എത്ര ശതമാനം കൂട്ടണമെന്നാണ്. ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് എ മോട്ടോറിസ്റ്റ് ഇൻക്രീസസ് ഈ സ്പീഡ്. നേരത്തെ ഉള്ള സ്പീഡിൽ നിന്ന് ഇപ്പോഴത്തെ സ്പീഡ് എത്ര ശതമാനം കൂട്ടണം? എന്തിനാ കൂട്ടുന്നത്? അയാൾ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം അയാൾക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? സ്പീഡ് കൂട്ടുന്നത്. അപ്പോൾ ടൈം കുറയ്ക്കാന്ന് പറഞ്ഞാൽ 20% ആണ്. 20% ഫ്രാക്ഷൻ നേരത്തെയും ക്വസ്റ്റിനകത്ത് ചെയ്തു. 20% ഫ്രാക്ഷൻ എന്ത് വന്നു? 1/5 ആണ്. അപ്പോൾ ടൈം കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 യൂണിറ്റ്, ബേസിലുള്ള 5 യൂണിറ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സമയം. ടൈം കുറയ്ക്കുന്നത് എപ്പോഴും നേരത്തെ എന്ത് സമയമാണോ എടുത്തത് അവിടെ നല്ലേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 5 ആണ് ആദ്യത്തെ സമയം. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു എങ്കിൽ പുതിയ സമയം എന്തായിരിക്കും? 4 ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ പുതിയ സമയം. അപ്പോൾ ടൈമിന്റെ റേഷ്യോ വന്നേക്കുന്നത് എങ്ങനെയാണ്? 5:4 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടൈം റേഷ്യോ എന്ന് പറയുന്നത്. എങ്കിൽ സ്പീഡ് റേഷ്യോയിൽ എന്ത് ചേഞ്ച് വരുത്തണം? സ്പീഡ് റേഷ്യോ എത്ര കൂട്ടണം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൽ എന്തില്ല? മാറ്റമില്ല. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്, സെർട്ടൈൻ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് അയാൾ ആദ്യം എടുക്കുന്ന സമയത്തെക്കാളും ഇപ്പൊ സമയം എന്ത് ചെയ്യുക? 20% കുറച്ചെടുക്കുക. നേരത്തെ എത്ര സമയമാണോ എടുക്കുന്നത്? നേരത്തെ 100 മണിക്കൂർ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ 20% കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അയാൾ എത്ര മണിക്കൂർ എടുക്കാവും? 80 മണിക്കൂർ എടുക്കാം. അപ്പൊ ആ മണിക്കൂറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താക്കി എടുത്തു? റേഷ്യോ ആക്കി എടുത്തു. നേരത്തെ 5 യൂണിറ്റ് ടൈം എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എത്ര യൂണിറ്റ് ടൈം എടുക്കാവൂ? 4 യൂണിറ്റ് ടൈം എടുക്കാവൂ. എന്ത് കോൺസ്റ്റന്റ് ആണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്തോട്ട് പോവുകയാണെങ്കിൽ
ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ടൈം റേഷ്യോ എന്താണ്, അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ആരുടെ റേഷ്യോ എന്ന് പറയുന്നത്, സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് പഠിക്കും. അല്ല പെർസെൻറ്റേജിന്റെ രീതിയിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ 2 × 3 = എനിക്ക് 6 എന്ന് എഴുതാം. ഇനി 3 × ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് 6 കിട്ടത്തുള്ളൂ? 3 × എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് 6 കിട്ടത്തുള്ളൂ? 2 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമല്ലേ 6 കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന്റെ ആ ഒരു ചേഞ്ച് നോക്കിയേ. റേഷ്യോ ഇരുന്നത് 2:3 എന്നുള്ള രീതിയിൽ ഇരുന്ന ആള് രണ്ടാമത്തെ കണ്ടീഷൻ വന്നപ്പോൾ എങ്ങനെയായിട്ട് മാറി? 3:2 എന്നായിട്ട് മാറി. ആ ഒരു ചേഞ്ച് വരുത്തേണ്ട കാര്യം എന്താണ്? അയാൾക്ക് എന്ത് സെയിം ആയിരിക്കണം? അയാളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കണം, റിസൾട്ട് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് റിസൾട്ട് ആയിട്ട് വരുന്നത്. ആ ഡിസ്റ്റൻസ് എന്താ? കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ടൈം 5:4 ആണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? 4:5 ആയിരിക്കും. ആര് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പെർസെൻറ്റേജിന്റെ രീതിയിലും പറയാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങൾ കേൾക്കും ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ടൈമിന്റെ റേഷ്യോ എന്താണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ആരുടെ റേഷ്യോ എന്ന് പറയുന്നത്, സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡും ടൈമും എങ്ങനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് കേൾക്കും. ആ രീതിയിൽ വേണമെങ്കിലും റേഷ്യോ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ 2 × 3 = 6 ആണെങ്കിൽ ഇനി 3 × എന്ത് ചെയ്താലും 6 വരത്തുള്ളൂ, 2 ചെയ്താലേ 6 വരത്തുള്ളൂ. അപ്പൊ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്ന എന്തിനു വേണ്ടിയിട്ടാ? 3 × 2 ചെയ്താലേ 6 വരും എന്ന് പറയാൻ കാരണം റിസൾട്ടിന്റെ വാല്യൂ 6 ആണെങ്കിൽ ഈ നമ്പേഴ്സ് എന്ത് ചെയ്യണം? റിവേഴ്സ് ആയാൽ മാത്രമേ ആ റിസൾട്ടിന്റെ വാല്യൂ അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ സ്പീഡ് റേഷ്യോ എന്ത് കിട്ടി? 4:5 ആണെന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ സ്പീഡിൽ എന്ത് ഇൻക്രീസ് വരുത്തണം. അപ്പൊ സ്പീഡ് എത്ര സ്പീഡായിരുന്നു? ആദ്യത്തെ സ്പീഡ് 4 ആയിരുന്നു. ആ സ്പീഡ് എത്രയായിട്ട് മാറി? 5 ആയിട്ട് മാറി. സ്പീഡിലുണ്ടായ ഇൻക്രീസ് എത്ര യൂണിറ്റിന്റെ ഇൻക്രീസാ? 1 യൂണിറ്റ് ഇൻക്രീസ്. എവിടെ നിന്നാണ് ഉണ്ടായത്? 4-ൽ നിന്ന്. അപ്പോ 1/4 × 100 എത്രയെന്ന് കിട്ടും? 25% കിട്ടും. 25% എന്തിൽ ഇൻക്രീസ് വരുത്തേണ്ടത്? സ്പീഡില് ഇൻക്രീസ് വരുത്തേണ്ടതെന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ രീതിക്കും ചെയ്യാം, പെർസെൻറ്റേജിന്റെ രീതിക്കും ചെയ്യാം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ കുറെ കൂടെ പെട്ടെന്ന് കാര്യം കിട്ടി. പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജിൽ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പറയാൻ പോകുന്ന ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. പ്രൈസ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത കാണുന്നത്. ദ പ്രൈസ് ഓഫ് ദ ഷുഗർ goes up 30%. By what percentage should see the reduces her consumption to that the expenditure does not increase? എക്സ്പെൻഡിച്ചറിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ഒരാൾ ഒരു സാധനം വാങ്ങാൻ പോകുന്നു, എന്താ ഷുഗർ വാങ്ങാൻ പോകുന്നു. ആ ഷുഗറിന്റെ വില എന്ത് ചെയ്തു? 30% കൂടി. ഷുഗറിന്റെ വില 30% കൂടി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ എക്സ്പെൻഡിച്ചറിൽ അയാൾ എന്ത് ചേഞ്ച് വരുത്തണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് വരുത്തണം, പക്ഷെ എന്തെങ്കിലും ചേഞ്ച് വരാൻ എക്സ്പെൻഡിച്ചർ അല്ല, കൺസപ്ഷനിൽ എന്ത് ചേഞ്ച് വരുത്തണമെന്നാണ് ക്വസ്റ്റ്യൻ. എന്തിൽ ചേഞ്ച് ഇല്ല? എക്സ്പെൻഡിച്ചറിനകത്ത് ചേഞ്ച് ഇല്ല. ഓക്കെ അല്ലേ? കൺസപ്ഷനകത്ത് എന്ത് ചേഞ്ച് വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു കാര്യം പ്രൈസ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ റിലേഷൻ എന്താണ്? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഓക്കെ അല്ലേ? ഈ രീതിക്കല്ലേ വരുന്നത്. നേരത്തെ സ്പീഡ് ഇൻറ്റു ടൈം ഈക്വൽ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ എക്സ്പെൻഡിച്ചർ, അതേ രീതിയിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കോൺസ്റ്റന്റ്? എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റിനകത്താണെങ്കിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരുന്നു, ടൈമിന്റെ കാര്യം പറഞ്ഞു, സ്പീഡിന്റെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. ആരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? പെർസെൻറ്റേജിന്റെ കാര്യം പറഞ്ഞേക്കുന്നു. ആരുടെ കാര്യം ചോദിക്കുന്നു? കൺസപ്ഷന്റെ കാര്യം ചോദിക്കും. അപ്പോൾ പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൈസ് 2 പ്രൈസ് ഉണ്ട്, 2 കൺസപ്ഷൻ ഉണ്ട്. പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൈസിൽ എന്താ വന്നേക്കുന്നത്? പ്രൈസ് 30% കൂടി എന്നാണ് പറയുന്നത്. 30% ഇൻക്രീസ് ആയി. ദ പ്രൈസ് ഓഫ് ദ ഷുഗർ ഗോസ് അപ്പ്, ഇൻക്രീസ് ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 30% ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരെ? 30% ഫ്രാക്ഷൻ 3/10 ആണ് 30% ഫ്രാക്ഷൻ. അപ്പോൾ പ്രൈസ് 30% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/10. ബേസിലുള്ള ആൾ ആരാണ്? 10 ഡിനോമിനേറ്ററിലുള്ള ആൾ 10. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ പ്രൈസ്. മുകളിലുള്ള 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ആവുന്ന വാല്യൂ ആണ്. 3 കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എത്രയായിട്ട് മാറി?
10 എന്നുള്ളത് 13 ആയിട്ട് മാറി. പ്രൈസിന്റെ റേഷ്യോ. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ പ്രൈസ് റേഷ്യോന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ആരുടെ റേഷ്യോ? കൺസംഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതിന്റെ ലോജിക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ 10:13 ആണ് പ്രൈസ് റേഷ്യോ എങ്കിൽ കൺസംഷൻ റേഷ്യോ എന്തായിരിക്കും? 13:10 ആയിരിക്കും കൺസംഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇനി ചോദിച്ചേക്കുന്ന കൺസംഷനിൽ എന്ത് ചേഞ്ച് വരുത്തണം? പെർസെന്റേജിലാണ് നമ്മുടെ ഓപ്ഷൻ കിടക്കുന്ന മൊത്തം പെർസെന്റേജില്. അപ്പൊ കൺസംഷനിൽ എന്ത് ചേഞ്ച് വരുത്തണം എന്നുള്ളത് നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കണം. കൺസംഷൻ എത്രയായിരുന്നു? കൺസംഷൻ 13 ആയിരുന്ന കൺസംഷൻ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. അപ്പോ എന്ത് ചെയ്യുന്നു? കൺസംഷൻ കുറഞ്ഞു. എന്തായാലും പ്രൈസ് കൂടുകയാണ്. എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് വരുത്തുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കുറയ്ക്കണ്ടേ? കൺസ്യൂം ചെയ്യുന്ന കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 3 യൂണിറ്റ് കുറയ്ക്കണം. എവിടെ നിന്ന് കുറയ്ക്കണം? 13 നിന്ന് കുറയ്ക്കണം. അപ്പൊ നമ്മുടെ ഉത്തരം കൺസംഷനിൽ എത്ര ഡിക്രീസ് വരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 യൂണിറ്റിന്റെ ഡിക്രീസ് എവിടെ നിന്നുണ്ടാവുന്നു? ഡിക്രീസ് 13 നിന്നുണ്ടാവും. അപ്പോൾ 3/13 പെർസെന്റേജിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു 100. അപ്പൊ എന്ത് വരും? 300/13. 300നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? 2 തവണ 26, ബാക്കി എത്ര ഉണ്ട്? 4. ആ 0 കൂടെ വരുമ്പോൾ 40. 13 എത്ര തവണ? 3 തവണ 39. റിമൈൻഡർ എന്ത് വരും? 1 വരും. 23 1/13% എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 23 1/13%. ഈ പറഞ്ഞ ക്വസ്റ്റ്യനും ഇതിന് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനും രണ്ടും എന്താ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് എക്സാം ഒന്നുമില്ല, CGL ആവട്ടെ, CHSL ആവട്ടെ, MTS ആവട്ടെ, NTPC ആവട്ടെ, ഗ്രൂപ്പ് ഡി ആവട്ടെ, RPF ആവട്ടെ, എല്ലാ എക്സാമിനകത്തും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മോഡൽ, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ അല്ലേ? ഇപ്പോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ എൻഡ് ആവുകയാണ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ? 15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്? നമ്മുടെ ടാർഗറ്റ് 1000 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടാർഗറ്റ്. 1000 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 1000 നിൽക്കത്തില്ല. 1000ന്റെ മുകളിലേക്ക് എന്തായാലും പോകും. കാരണം ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഓരോ ടോപ്പിക്കിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ കുറഞ്ഞ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഒരു ടാർഗറ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് 10 ടോപ്പിക് അല്ല മാത്സിലുള്ളത്. എത്ര ടോപ്പിക്കാണുള്ളതെന്നുള്ളത് പറയാം. എന്തായാലും ഒരു സൈഡിൽ നിന്ന് ടോപ്പിക്ക് പറയാനായിട്ട് നിൽക്കുന്നില്ല. എത്ര ടോപ്പിക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ വെച്ച് വരുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു 1500ന്റെ പുറത്തേക്ക് എന്ത് പോവാം? ക്വസ്റ്റ്യൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ പെർസെന്റേജ് സ്റ്റാർട്ട് ചെയ്തു. ക്വസ്റ്റ്യനിലെ 15 ക്വസ്റ്റ്യൻ ഇന്നായിട്ടുള്ളൂ. ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും ബൈ.